എമ്മിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടെന്ന് തുറന്നു സമ്മതിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബി. കേന്ദ്ര കമ്മിറ്റി അംഗം ടി.എം. തോമസ് ഐസക്കിന് പിന്നാലെയാണ് എം.എ. ബേബിയുടെ തുറന്നുപറച്ചിലും അതിരൂക്ഷ വിമർശനവും. മാധ്യമങ്ങളെ അകറ്റി നിർത്തിയത് തിരിച്ചടിയായെന്നും പച്ചക്കുതിര മാസികയിൽ ബേബി എഴുതിയ ലേഖനത്തിൽ പറയുന്നു. മാധ്യമങ്ങളോട് കടക്കുപുറത്ത് എന്ന് പറയുന്നതിന് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണങ്ങളുണ്ടെങ്കിലും പിന്നീട് അതൊരു പിണറായി ശൈലിയായി മാറിയത് ബഹുജന സ്വാധീനത്തിൽ ഇടിവുണ്ടാക്കാൻ കാരണമായെന്നാണ് ബേബിയുടെ വിലയിരുത്തൽ. മാധ്യമങ്ങളെ വിലക്കിയതും മാധ്യമ പ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയതും തിരിച്ചടിയായി. സമൂഹ മാധ്യമങ്ങളിലെ മാധ്യമ വിമർശനങ്ങൾ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷകരമായി ബാധിച്ചു. ബംഗാളിലെ CPM 15 വർഷം കൊണ്ട് ഈർക്കിൾ പാർട്ടിയായത് ഓർക്കണമെന്നും എത്രയും പെട്ടെന്ന് തിരുത്തലുകൾ വേണമെന്നും ബേബി ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമ പ്രവർത്തകരോട് ചാനൽ ക്യാമറാമാൻമാരോട് കടക്കുപുറത്തെന്ന് പറഞ്ഞത്. അതിൽ തെറ്റായോ അസ്വാഭാവികമായോ ഒന്നുമില്ല. യോഗം തുടങ്ങുന്നതിന് മുമ്പ് പുറത്തേക്ക് പോകാൻ സന്നദ്ധരല്ലാത്ത ക്യാമറാമാൻമാരോട് പുറത്തു പോകാനാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ വാക്കുകൾ പിന്നീട് പിണറായിയുടെ ശൈലിയാക്കി അവതരിപ്പിക്കുകയായിരുന്നു മനോരമയടക്കമുള്ള മാധ്യമങ്ങൾ. അതെല്ലാം ശരിയാണ്. എന്നാൽ മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ഒക്കെ ഒറ്റപ്പെടുത്തേണ്ടതും അപഹസിക്കേണ്ടതുമാണ് എന്ന തീരുമാനത്തിൽ എത്താനാവുമോ? പക്ഷേ സൈബർ ഇടത്തിൽ അങ്ങനെ സംഭവിക്കുന്നു. ഗുണത്തെക്കാളേറെ ദോഷമാണ് ഇത്തരം പ്രക്രിയകൾ എത്തിക്കുന്നതെന്ന് വൈകിയാണെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. ദൃശ്യമാധ്യമത്തിലെ ചർച്ചകൾ പിന്നീട് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നു. ഈ രംഗത്ത് ഇടതുപക്ഷത്തിന് വേണ്ടത്ര ശോഭിക്കാൻ കഴിയുന്നുണ്ടോ എന്ന ആത്മപരിശോധനയും ആവശ്യമാണ്. എം.എ. ബേബി പറയുന്നു. ഇപ്പോൾ മുഴങ്ങുന്നത് ഇടതുപക്ഷത്തിന്റെ അപായമണിയാണെന്നും തെറ്റുകളും തിരുത്തുകളും ഇടതുപക്ഷവും എന്ന ലേഖനത്തിൽ പറയുന്നു. ഇന്നത്തേക്കാൾ പല മടങ്ങ് സ്വാധീനവും ബഹുജന വിശ്വാസവും ആർജിക്കുവാനുള്ള നിലയ്ക്കാത്ത പോരാട്ടങ്ങളും പരിശ്രമങ്ങളും ഇടതുപക്ഷം തുടരേണ്ടതുണ്ട്. ജനങ്ങൾക്ക് ബോധ്യമാകും വിധം സത്യസന്ധതയും നിർഭയവും ഉള്ളു തുറന്നതുമായ സ്വയം വിമർശനങ്ങളിലൂടെയും മാത്രമേ വാക്കിലും പ്രവൃത്തിയിലും അനുഭവവേദ്യമാവുന്ന തിരുത്തലുകളിലൂടെ മാത്രമേ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ട ബഹുജന സ്വാധീനം വീണ്ടെടുക്കാനാവൂ എന്നാണ് എം.എ. ബേബി വിലയിരുത്തുന്നത്. ഇടതുപക്ഷത്തിന് തോൽവി ഒരു പുത്തരിയല്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത് അതീവ ഗുരുതരമായ തോൽവിയാണ്. സംഘടനാപരമായ വീഴ്ച, യുവാക്കളുടെ പ്രവർത്തന ശൈലിയിലെ പോരായ്മ, കാലഘട്ടത്തിന് അനുസൃതമായ മുദ്രാവാക്യമില്ലായ്മയൊക്കെയും ബഹുജന സ്വാധീനം കുറയ്ക്കുന്നതിന് കാരണമായി.